മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കാൻ ശ്രമമെന്നും രാഷ്ട്രീയപരമായി അതിനെ തടയുമെന്നും പറയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഈ മാസപ്പടി കേസിൽ വീണ വിജയൻ, മുഹമ്മദ് റിയാസ് എന്നിവരുമായി അടുപ്പമുള്ളവരിലേക്കാണ് ED ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലെ 8 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. ഇനി മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് റിയാസിലേക്ക് ചോദ്യം ചെയ്യൽ വന്നാൽ CPM വളരെയധികം പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഈ റെയ്ഡ് ഇന്നലെയാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട്, അതായത് വീണയുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും റെയ്ഡ് നടത്തുന്നതിന്റെ ഭാഗമായി ഒടുവിലത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടവരിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളും CPMന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗവുമൊക്കെ ആയവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. അപ്പോൾ റെയ്ഡ് ഇന്നലെ നടന്നപ്പോൾ തന്നെ അവിടെ ഇവർക്ക് വേണ്ട പിന്തുണയുമായി CPM നേതൃത്വം രംഗത്തെത്തിയിരുന്നു. കാരണം ഇത് രാഷ്ട്രീയമായ അന്വേഷണമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിച്ച് തന്നെയാണ് രംഗത്തെത്തിയത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഇന്നലെയും വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിനങ്ങനെ തന്നെ നേരിടും, ഇത് വെറുതെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പുകമുറയായാണ് ഇത് വീണ്ടും ഈ വിഷയം, അതായത് വീണയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വീണ്ടും അന്തരീക്ഷത്തിൽ കൊണ്ടുവരുന്നു, അത് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പറയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യത. പക്ഷെ അത് സാധ്യത മാത്രമാണ്, ആ ഒരു സാധ്യത കൂടി CPM ചെറുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും മുഹമ്മദ് റിയാസിലേക്ക് വരികയോ അല്ലെങ്കിൽ അത്തരം കൂടുതൽ നേതാക്കളിലേക്ക് വരികയോ ചെയ്യുന്ന ഏത് നീക്കത്തെയും വളരെ ശക്തമായി ചേർത്തുകൊന്ന് CPM പറയുന്നു. മാത്രമല്ല പിണറായി വിജയൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഈ അന്വേഷണമൊക്കെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന അങ്ങനെ ഒരു അദ്ദേഹത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട് എന്ന് പലവട്ടം ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ CPM ഇപ്പോഴും നോക്കുന്നത്, CPM ഇപ്പോഴും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും വീണയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ എന്ന നേതാവിലേക്ക് കാര്യങ്ങൾ എത്തുമോ, അന്വേഷണം എത്തുമോ, പിണറായി വിജയനെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന ഒരു ആ രീതിയിലുള്ള പ്രതിരോധ കവചം തന്നെയാണ് CPM തീർത്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതേസമയം EDയുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റെയ്ഡുകളോ അത് തുടർ സംഭവ വികാസങ്ങളെ തന്നെയും ഒരു അക്രമാസക്ത രീതിയിൽ, അക്രമാസക്തമായ രീതിയിലേക്ക് പ്രതിരോധിക്കാൻ CPM തൽക്കാലം തയ്യാറാവുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ CPMന്റെ പ്രതിരോധവും ഒരു ED ഉദ്യോഗസ്ഥ നേരിട്ട ആക്രമണം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഏതൊക്കെ രീതി രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടായി എന്നത് കൃത്യമായി CPM വിലയിരുത്തുന്നുണ്ട്. അത് CPMനുള്ളിൽ തോലും അത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ശരിയായിരുന്നില്ല, അങ്ങനെ തടയേണ്ടതായിരുന്നു എന്ന വിലയിരുത്തൽ പാർട്ടി തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത് മാത്രമല്ല വീണ വിജയന് നേരെയുള്ള ആക്രമണത്തെ CPM ഇത്ര കണ്ട് പ്രതിരോധിക്കേണ്ടതില്ല എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുമുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ മന്ത്രിയാണ്, MLA ആണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നേതാവാണ്, ഉന്നതനായ ഒരു നേതാവാണ്. അപ്പോൾ ആ നേതാവിലേക്ക് വരുമ്പോൾ സമാനമായി പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുന്നു എന്നൊരു സൂചന കൂടിയാണ്. അതിനെ CPM രാഷ്ട്രീയമായി ചേർക്കുകയും അതിനെ സർവ്വശക്തിയും വെച്ച് പ്രതിരോധിക്കുകയും ചെയ്തു. ഇത്രയെന്നാൽ CPMന് നേരെ നടന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് വീണ വിജയന് നേരെ ഉണ്ടാകുന്ന അന്വേഷണത്തെ CPM എന്തിന് എതിർക്കുന്നു, CPM എന്തിന് ചെറുക്കുന്നു എന്നതായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് നേതാക്കളിലേക്ക് എത്തുമ്പോൾ CPM അത് സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കാനായി എത്തുന്നു. അതിന്റെ സൂചന തന്നെയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ് CPM. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കാൻ ശ്രമമെന്നും അതിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്നുമാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്ന് അതുപോലെ തന്നെ പ്രതിരോധിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. മുഹമ്മദ് റിയാസിലേക്ക് ഈ അന്വേഷണം എത്തുമോ, മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ.